പ്രധാന വാർത്തകൾ. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പെട്രോൾ വില കൂടുന്നു. കേരളത്തിലും രാജസ്ഥാനിലും 100 രൂപ കടന്നു. വെനസ്വേലയിൽ ₹1.78. നികുതിഭാരം കാരണം 60 മടങ്ങ് അധികവില. വിശദമായ താരതമ്യം. ആഗോള വിപണിയിലെ ആനുകൂല്യം ഇന്ത്യക്കാർക്ക് നിഷേധിക്കപ്പെടുന്നത് എന്തിന്? നികുതിയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവും വില വർധനവിന് കാരണം. ന്യൂഡൽഹി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറഞ്ഞിട്ടും ഇന്ത്യൻ ഉപഭോക്താക്കൾ നൽകേണ്ടിവരുന്ന ഇന്ധനവില കുത്തനെ ഉയർന്നു നിൽക്കുന്നതിലെ വൈരുദ്ധ്യം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാകുന്ന രാജ്യങ്ങളുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഭീമമായ അന്തരം നികുതി നയങ്ങളിലെ പിഴവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ത്യയിലെയും ലോകരാജ്യങ്ങളിലെയും വില. 1 ലിറ്ററിന്. വെനസ്വേല ₹1.78 എണ്ണ ഉത്പാദക രാജ്യമാണ്. കനത്ത സർക്കാർ സബ്സിഡി നൽകി വില നിയന്ത്രിക്കുന്നു. ഇറാൻ ₹7.99. ക്രൂഡ് ഓയിലിന്റെ ആഭ്യന്തര ഉത്പാദനത്തിലെ ലാഭം ജനങ്ങൾക്ക് കൈമാറുന്നു. മലേഷ്യ ₹24.86. കേരളം ₹107.48. 100 രൂപ കടന്ന പ്രധാന സംസ്ഥാനം. സംസ്ഥാന വാറ്റ് നിരക്ക് ഉയർന്നതാണ് കാരണം. രാജസ്ഥാൻ ₹104.72. തമിഴ്നാട് ₹100.80. മഹാരാഷ്ട്ര ₹103.34. ഉത്തർപ്രദേശ് ₹94.77. ഗുജറാത്ത് ₹92.45. വില വർധനവിന്റെ വിശദീകരണം. ക്രൂഡ് വില കുറഞ്ഞിട്ടും എന്തിനാണ് ഇത്ര വലിയ വില? വെനസ്വേലയിലെ ₹1.78 കേരളത്തിലെ ₹107.48 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 60 മടങ്ങ് അധികമാണ് ഇന്ത്യൻ പൗരന്മാർ നൽകേണ്ടി വരുന്നത്. അമിത നികുതികൾ. ടാക്സേഷൻ. ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ സമയത്ത് പോലും കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാനങ്ങളുടെ വാറ്റും ഉൾപ്പെടെയുള്ള നികുതികൾ സർക്കാർ കുറയ്ക്കുന്നില്ല. ഇത് വില കുറയാതിരിക്കാൻ പ്രധാന കാരണമാകുന്നു. നഷ്ടം നികത്തൽ. ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോഴും മുൻപുണ്ടായ നഷ്ടം നികത്തുന്നതിനോ ലാഭമാർജിൻ വർദ്ധിപ്പിക്കുന്നതിനോ എണ്ണക്കമ്പനികൾ വില കുറക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന നികുതിയിലെ വ്യത്യാസം. കേരളം, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന വാറ്റ് നിരക്ക് ഉയർന്നതാണ് വില 100 രൂപ-ന് മുകളിൽ തുടരാൻ പ്രധാന കാരണം. കേരള പ്രസ് ക്ലബ്ബ് നിരീക്ഷണം. കേരള പ്രസ് ക്ലബ്ബിന്റെ കണ്ടെത്തൽ. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതിന്റെ യാതൊരു ആനുകൂല്യവും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. 100 രൂപ-ൽ താഴെയായാൽ തന്നെ ഇന്ത്യക്കാർക്ക് ആശ്വാസമാണ്. ഈ കണക്കുകൾ ജനങ്ങൾ അറിയേണ്ടതാണ്. നികുതി വരുമാനം നഷ്ടപ്പെടുമെന്ന ഭയം കാരണം GST പരിധിയിൽ ഇന്ധനത്തെ കൊണ്ടുവരാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലാത്തതാണ് ഈ അനീതി തുടരാൻ പ്രധാന കാരണം. ഈ വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതച്ചെലവ് കുതിച്ചുയരാൻ കാരണമാകുന്നു. ന്യൂസ് സിറ്റി. തിരുവനന്തപുരം.